റെയിൽവേ ട്രാക്ക് നോക്കി. പാമ്പം പാലം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇതേ റൈറ്റ് സൈഡിലോട്ട് നോക്കി. ഇതേ വള്ളം കൊണ്ടുവന്നിട്ടേക്ക് നോക്കി. ഫിഷിങ് ബോട്ടുകൾ, ആഴ്ചകളോളം കിടക്കുന്ന ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്ന നോക്കി. അങ്ങോട്ട് കടലിൻ്റെ വ്യത്യാസം നോക്കി. രണ്ട് ഇതായിട്ട് കിടക്കുന്നതാണ്ടോ. നോക്കി എന്ത് രസം. ഇതാണോ പാമ്പം പാലം? ഇതേ അപ്പുറത്ത് ലെഫ്റ്റ് ട്രാക്കിൽ റെയിൽവേ ട്രാക്ക്. ഇതാണ് പാമ്പം പാലം. പരുന്ത് പറന്നു നോക്കി. ചിറകടിക്കാതെ പരുന്ത് പറന്നു നോക്കി. ഇതാണോ പുതിയ പാലം? അല്ല, ഇത് പഴയ പാമ്പൻ റോഡ് ബ്രിഡ്ജ്. ഇത് കാണാനാണ് പോകുന്നത്. അതാണ് പൊങ്ങണേന്ന് നോക്കുന്നത്. റെയിൽവേ ട്രാക്കില്ലേ, ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മെമ്മറി നിറയും. 8 മിനിറ്റ് കാട്ടിലുള്ളതൊക്കെ ഒപ്പിട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതേ റൈറ്റ് സൈഡിൽ നോക്ക്. ഇതേ പാലത്തിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയേ. ഇവിടെയാണ് വണ്ടി നിർത്തരുതെന്ന് പറയുന്നത്. ഇതേ അവിടെ നോക്കി, ബോട്ടുകൾ കിടക്കണം നോക്കി. ഇതേ അതാണ് പാലത്തിൻ്റെ സെൻറ്റർ വരുന്നത്. ഇതും ഈ റെയിൽവേ, ഈ പാലവും അതും തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം നോക്കി. വലിയ ബോട്ടുകളോ കപ്പലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് പൊങ്ങുന്ന, നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്ന പോലത്തെ തന്നെ പൊങ്ങുന്ന സംവിധാനമാണ് ഇതാ കാണുന്നത്. ഇത് കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്ന് ആളുകൾ വന്നുകൂടുന്നത്. പാലം, റെയിൽവേ പാലം പണിയുന്നത്. ബോട്ടോ കപ്പലോ അങ്ങനെ എന്ത് തന്നെ വന്നാലും നമ്മുടെ കൊച്ചി സിറ്റിയിലെ പാലം പഴയ ഒരു പാലം എന്ന പോലെ ഇത് താഴുകയും ചെയ്യും. മനോഹരമായ ഈ കാഴ്ച കാണുന്നതിനാണ് ആളുകൾ ഇതിലൂടെ നടന്നു വരുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിർത്തുന്നതും എല്ലാം. പുതിയ അതേപോലെ തന്നെ കടലിലേക്ക് നോക്കി, അങ്ങോട്ട് നോക്കി, രണ്ട് വ്യത്യാസം നോക്കി. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ പാലത്തിന്. ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. എന്നും ഇങ്ങനെയുള്ള നിരവധി പ്രത്യേകതകൾ വീണ്ടും തുടർന്നുകൊണ്ട് ഈ പാലത്തിൽ മുഴുവൻ ക്യാമറകളാണ്. പോലീസിൻ്റെ വക പിഴ കിട്ടും വണ്ടി നിർത്തിയത്. പിഴയടിക്കുന്നതിനും പോലീസ് നിൽക്കണണ്ട, പിഴയടിക്കണണ്ട.
ദേ പാലം. കണ്ടോ, അതാണ് ഇങ്ങനെ പൊങ്ങി വരിക. ദേ ഈ പാലം കാണാനും ഈ കടൽത്തിട്ട കാണുവാനുമാണ് ഇവിടെ ആടുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും എല്ലാം. കണ്ടോ, ബസ്സും ബാക്കി എല്ലാ സാധനങ്ങളും നിർത്തി ആളുകൾ പാലത്തിൽ നിർത്തി പോകുന്നു. നോക്കി, അത് ഹമ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചാടി മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇടതേ വശത്ത് ഒരു കാഴ്ച കാണാനുണ്ട്. ബോട്ടുകളൊക്കെ നല്ല രസമാണ്. പക്ഷേ ഈ പാലത്തിൽ വണ്ടി നിർത്തരുത്. വണ്ടി നിർത്തിയാൽ പോലീസ് വന്ന് പിഴ അടിച്ചു തരും. എല്ലാ തൂണുകളിലും ക്യാമറ വെച്ചേക്കുവാണ്. ഓരോ 30 മീറ്ററിൽ ക്യാമറ വെച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളെന്തായാലും സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അത് വളരെ പ്രശ്നമാണ്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഈ സിറ്റി ഉണ്ടോ, സിറ്റിയിലേക്ക്, രാമേശ്വരം സിറ്റിയിലേക്ക് ഇനി 10 കിലോമീറ്ററും കൂടിയുണ്ട്. രാമേശ്വരം സിറ്റിയിലോട്ട് കയറണമെങ്കിൽ 100 രൂപ ടോളുണ്ട്. ആ പാലത്തിൽ മാത്രമേ ഉള്ളൂ റോഡ് ഇത്തിരി മോശമായിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും നല്ല റോഡുകളാണ്. ഇവിടെയൊന്നും ഞാൻ സ്പീഡ് ക്യാമറകൾ ഞാൻ കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് റോഡ് കാണാനായിട്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാഴ്ചയായിട്ട് ഹെൽമെറ്റ്, ഒരാളുടെയും തലയിൽ ഹെൽമെറ്റുകൾ ഉണ്ടാവില്ല ബൈക്കിന്. അങ്ങനെ മുന്നോട്ട് പോവും. സുഗമമാണ്. നല്ല യാത്ര എപ്പോഴും നല്ല സുഖമാണ്. ഇനി ഇവിടെ നിന്നൊരു 10 കിലോമീറ്ററും കൂടി ഏകദേശം സിറ്റിയിലേക്കുണ്ട്. അവിടെ നിന്ന് 24-25 കിലോമീറ്റർ ധനുഷ്കോടിക്കുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 മണിക്ക് മുൻപായിട്ട് രാമേശ്വരം സിറ്റിക്കകത്ത് കയറി പാസ് ചെയ്ത് പോകണം. 7 മണിയാവുമ്പോൾ ധനുഷ്കോടി ഇന്ന് ആളുകളെ മടക്കി അയക്കും. പാമ്പം പാലം കണ്ടോ, 6-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പാലം അതാണ്. പുതിയ ട്രെയിനും അങ്ങോട്ട് അലോ ചെയ്തിട്ടുണ്ട്. രാത്രി കാണാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, രാത്രി എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ, കണ്ടില്ല, പ്രതീക്ഷിച്ചില്ല. അതാണ് സത്യം. എല്ലാം ഒന്ന് കുടഞ്ഞിട്ടുണ്ട് പഠിക്കാത്തത്. എന്തൊക്കെയുണ്ടോ അതെല്ലാം വെച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്യുമായിരിക്കും.
ഇത് ഇത്രല്ലേ ഉള്ളൂ, ഇരുട്ടല്ലേ ഒന്ന് കാണാനുള്ള. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് ഒന്നും കാണുന്നുണ്ടോ? കടലാണോ? ആ ഇതൊക്കെ അത്രയും ഉള്ളൂ. ഇപ്പൊ നൈറ്റ് ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ലൈറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല, കാണാനൊന്നുമില്ല. ജസ്റ്റ് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഭംഗിയുണ്ട് നോക്കിയത്. പഴയ പാലം, പുതിയ റെയിൽവേ പാലം. അത് റെയിൽവേ സ്റ്റേഷനാണോ? ഓ, അത് അവരായിരിക്കും ഈ പാലം ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. ട്രെയിൻ വേണമല്ലോ ഇപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ. ട്രെയിൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടേ, അല്ലാണ്ട് അവരെങ്ങനെ പോകും? അത് അവരെങ്ങനെ നടന്നു പോകാൻ പറ്റൂല്ലോ. അവിടെ നീല ലൈറ്റ് കത്തണം നോക്കി. ബോട്ട് വിൻ്റെയാണ് ലൈറ്റ്. ഇത് അവിടെയൊക്കെ ഉണ്ട്. ആ മിന്നണതെല്ലാം ബോട്ടുകളുടെ ലൈറ്റാണ്. ഇത് അങ്ങോട്ട് നോക്കി, ബോട്ടുകൾ കിടക്കണ നോക്കി. പാലം നിൽക്കണ നോക്കി. അതിന് മേലിൽ ആൾത്താമസം ഉണ്ടോ നോക്കി. ഓഫീസ് സ്പേസ് ക്യാബിനുണ്ടോ? മേലിൽ നോക്കി. അതിനകത്ത് റൂമുകൾ പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ. അതിന് താഴത്ത് കൂടി നടന്നിറങ്ങി വരാനുള്ള സെറ്റപ്പ് ഉണ്ടാവും തോന്നുന്നു. ആ തൂണിന്റെ അകത്തുണ്ടോ? ഓപ്പറേറ്റേഴ്സിനോ അത് ഓപ്പറേറ്റ് ചെയ്യാനോ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ലൈറ്റും ഉണ്ട്. ഇതാണ് നൈറ്റ് വ്യൂ. കണ്ടില്ലേ, ഇതാണ് പാമ്പം പാലം രാത്രിയിലെ വ്യൂ. എന്തായാലും അത് മേളിൽ പേ ചെയ്യാനുള്ള സൗകര്യം അതിനകത്ത് ഉണ്ട് എന്നാണ് വിശ്വാസം. കാരണം നേരെ കാണുന്നത് ഓഫീസ് സ്പേസ്, ഒരു ഓഫീസ് അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു സെറ്റപ്പ് അതിനകത്ത് കാണുന്നുണ്ട്. എന്തായാലും ഇനി ചിലപ്പോൾ അതിൻ്റെ മേളിൽ നിന്നും വരും ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വീഡിയോ എടുത്ത് ഇടുമായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.